ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ബാനു ഭോഗവരാബു സംവിധാനം ചെയ്ത് രവി തേജ, ശ്രീലീല എന്നിവരെ പ്രധാന വേഷത്തിലെത്തി ചെയ്യുന്ന ഒരു സിനിമയാണ് മാസ് ജതറ. ആ സിനിമയുടെ ട്രെയിലറാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നാഗവംശിയാണ്. സോ അത് കാണാൻ വാ. സിത്താര എന്റർടൈൻമെന്റ്. కేజీ 2 కేజీలు కాదురా 20 టన్నులు ఈ రాత్రికే సరుకు కోర్స్ ట్రైన్లో ఎక్కించండి. ഈ സൗണ്ട് ഡബിങ് ആണ്. അത് ഇതെവിടെയോ കേട്ടിട്ടുണ്ട്. ഈ 11 സിനിമയിലൊക്കെ ഈ സൗണ്ട് ആ പുള്ളി ആ നടൻ എന്നാണ് തോന്നുന്നത്. രവിതേജ 75. രണ്ട് സിഗരറ്റ് കത്തിക്കണം കേട്ടോ. സബ് ടൈറ്റിലെങ്കിലും ഇടായിരുന്നു അല്ലേ? പുള്ളി എപ്പോഴും ഈ ടൈപ്പ് പടം തന്നെ ആയിരിക്കില്ല അവിടെ ചെയ്യുന്നത്. ഒരു സിരുത്തെ ഉണ്ടല്ലോ ശിവാർത്തി അല്ല കാർത്തി ചെയ്തത്. അത് പുള്ളിയുടെ സിനിമ എന്തോ, ഈ പുള്ളിയുടെ സിനിമ രവി തേജയുടെ സിനിമയുടെ റീമേക്ക് എന്തോ ആണ് സംഭവം. മാസ് മഹാരാജ. ഓഹോ, ഇവർക്ക് ഓരോ പേരുകളാണ് കേട്ടോ. അപ്പം ആരാ പറയാ, നമ്മളെ ജയ്ബാലയ്ക്ക് ഗോഡ് ഓഫ് മാസസ്, ഇത് മാസ് മഹാരാജ. స్టేషన్ మాస్టర్ సార్, పేరు దేవిప్రి. మీరు ఒకరేనా? మీ బ్రదర్ ఒక అన్నయ్య ఉన్నారు సార్, అతని పేరు వనప్రియ. നടന്റെ ക്യാരക്ടറിന് തന്നെ ഇത്ര ഏജ് തോന്നിക്കുന്നല്ലേ? ഇനി ഏജ്ഡ് ക്യാരക്ടർ ആയിരിക്കും അതെനിക്ക് തോന്നുന്നതാണോ? ശ്രീലീല കൊച്ചു പെണ്ണു പോലെ തന്നെയാണ് ഇരിക്കുന്നത്. నీకు వెడ్డింగ్ కాదు కదా, ప్రీ వెడ్డింగ్ షూట్ కూడా కాదు. మనం ఎందుకన్నా రాలగొట్టాము? 2 ఏళ్ళు అయితే అవే రాలిపోతాయి. జనగణమన ఎవరు రాసిండ్రు? పూరి జగన్నాథ్. ഇത് പുള്ളിയുടെ സ്ഥിരം പരിപാടി തന്നെയാണ്. നമ്മൾ കണ്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ട്രെയിലറിലും ഉള്ളത്. ആൻഡ് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. നവീൻ ആ പേര് ഞാൻ പറഞ്ഞില്ലേ, ഇവനെ എനിക്ക് അറിയാം. ഇല്ലേ కరిపోనమ్మ జాతరకి శత్రువుల్ని బలి ఇవ్వడం నా అనువైతే ఈ సొట్టు నాన్న నేను బలిస్తున్నాను రా. రైల్వేలో ఈస్ట్ జోన్, వెస్ట్ జోన్, నార్త్ జోన్, సౌత్ జోన్ ఉంటాయి. నేను వచ్చినాక ఒకటే జోన్. ഇതാദ്യം തന്നെ ഗൈസ്, പ്രത്യേകിച്ച് കഥയൊന്നും ഇല്ലാത്ത മാസ് പടമായിരിക്കും. ഓഹോ, ഗൈസ് ഇതും 31 ഒക്ടോബർ തന്നെയാണ്. ഈ മാസം വെള്ളിയാഴ്ച തന്നെയാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നത്. കണ്ടിട്ട് വലിയ ഒന്നും തോന്നിയില്ല ഗൈസ് എനിക്ക്. പിന്നെ പുള്ളി അവിടുത്തെ ഒരു ആക്ട്രസസിൻ്റെ ഒക്കെ ഒരു ഭാഗ്യ നടനാണ്. അതായത് പുള്ളിയുടെ സിനിമയിൽ അഭിനയിച്ച അടുത്ത് ഒരുപാട് ചാൻസ് ഒക്കെ അവിടുത്തെ നടിമാർക്ക് കിട്ടുന്നു എന്നാണ് അവിടുത്തെ ഗോസിപ്പുകളും റൂമേഴ്സുകളൊക്കെ വരുന്നത് ഇൻഡസ്ട്രിയിൽ നിന്ന്. അതിനാണ് ഞാൻ കുറേ കേട്ടിട്ടുള്ളത്. ട്രെയിലർ കണ്ടിട്ട് എനിക്കൊന്നും തോന്നിയില്ല ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്ക്. മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്ക്. ഇനിയും ഇതുപോലുള്ള നല്ല ട്രെയിലറുകളും കാര്യങ്ങളുമായിട്ട് അപ്ഡേറ്റ്സുമായിട്ട് മൂവി അപ്ഡേറ്റ്സായിട്ട് ഒരുപാട് അടുത്ത് നിങ്ങളൊക്കെ വരാം. ബൈ ഗൈസ്.